പിന്നീട് CPM ൽ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. പല കാരണങ്ങളുമുണ്ട്. അതാണ് ഞാൻ വിസ്മയങ്ങളുണ്ടാവും എന്ന് പറഞ്ഞത്. ആ വിസ്മയങ്ങളുണ്ടായി. CPM ൻ്റെ ചരിത്രത്തിൽ ഇത്രയും നേതാക്കൾ പാർട്ടി വിട്ടുപോവുകയും നിരവധി ആളുകൾ ഞങ്ങളുടെ പിന്തുണയോടുകൂടി മത്സരിച്ച് കുറേ ആളുകൾ വിജയിച്ചു. ഞാൻ കണ്ട ഏറ്റവും വലിയ വിസ്മയം തളിപ്പറമ്പും പയ്യന്നൂരുമാണ്. തീർച്ചയായിട്ടും അമ്പലപ്പുഴയിലും സുധാകര സാറിൻ്റെ വിജയം, അതുപോലെ തളിപ്പറമ്പിലെയും കോട്ട 40,000 വോട്ടിന് CPM ജയിക്കുന്ന തളിപ്പറമ്പും പയ്യന്നൂരും നമ്മൾ അവരെ CPM റിബലുകൾക്ക് നമ്മൾ പിന്തുണ കൊടുത്ത് നമ്മളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ UDF എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി വലിയ വിജയമുണ്ടായി. CPM കോട്ടകളെ ഇളക്കാൻ പറ്റും. ധർമ്മടത്ത് പിണറായി എന്ന് പറയുന്ന വൻമരം ഒന്ന് ഇളകി. അല്ല, തീർച്ചയായിട്ടും. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, CPM നേരിടുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അത് നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ത്രിപുരയിലും ബംഗാളിലും CPM സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവർ വലിയ തിരിച്ചടി നേരിടും. ഞങ്ങളതുകൊണ്ട് ഞാൻ പൊതുയോഗത്തിൽ പറയായിരുന്നു,